കണ്ണൂരിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശനത്തിൽ ശ്രദ്ധാകേന്ദ്രമായി രജിസ്ട്രേഷൻ വകുപ്പിന്റെ സ്റ്റാൾ. ആധാരം എങ്ങനെ സ്വയം തയ്യാറാക്കാമെന്നറിയാൻ നിരവധി പേരാണ് എത്തുന്നത്. വൻ സാമ്പത്തിക ലാഭം ഇടപാടുകാർക്കുണ്ടാകുന്ന ഈ രീതി ഉദ്യോഗസ്ഥർ വിശദീകരിച്ച് നൽകുന്നുമുണ്ട്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സേവനങ്ങൾക്കായി രജിസ്ട്രേഷൻ ഓഫീസുകളിൽ എത്തുന്നവർക്ക് കാലതാമസമില്ലാതെ സേവനങ്ങൾ ലഭ്യമാക്കണം എന്നതാണ്. അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാനാണ് മന്ത്രി എന്നും ഉദ്യോഗസ്ഥരോട് പറയാറുള്ളത്. അതിനായി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വലിയ മാറ്റങ്ങളാണ് വകുപ്പിൽ നടപ്പാക്കിയത്. ആധാരം തയ്യാറാക്കാൻ വലിയ ചെലവ് വേണമെന്ന സ്ഥിതി വന്നപ്പോൾ അതിനും വകുപ്പ് ആലോചനകൾ നടത്തി. എന്തുകൊണ്ട് ആധാരങ്ങൾ സ്വയം തയ്യാറാക്കിക്കൂടാ എന്ന ചിന്ത വന്നപ്പോൾ അതും യാഥാർത്ഥ്യമാക്കി. എന്നാൽ ഇത് ജനങ്ങളിലേക്ക് എത്തിയില്ല. ഇതിന് കൃത്യമായ പ്രചരണം നടത്തി. കണ്ണൂരിൽ പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരുക്കിയ എന്റെ കേരളം പ്രദർശന സ്റ്റാളിൽ എത്തുന്നവർ ആദ്യം ചോദിക്കുന്നതും ആധാരം സ്വയം തയ്യാറാക്കുന്ന രീതിയെക്കുറിച്ചാണ്. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ണൂർ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലെ എസ്റ്റാബ്ലിഷ്മെന്റ് ജീവനക്കാരൻ കെ.പി. പ്രേമരാജൻ വിശദീകരിക്കും. 2016 മുതൽ ആധാര കക്ഷികളിൽ ഏതെങ്കിലും ഒരാൾക്ക് തന്നെ ആധാരം തയ്യാറാക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ സംബന്ധിച്ച് വളരെ ചെറിയൊരു പക്ഷം മാത്രമാണ് ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അജ്ഞത കൊണ്ടാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ആധാരത്തിന്റെ ശൈലി കണ്ടതുകൊണ്ടോ എന്തുകൊണ്ടോ ഒരു പരമ്പരാഗതമായ രീതിയിൽ മാത്രമാണ് ഈ ആധാരം രജിസ്റ്റർ ചെയ്തു വരുന്നത്. നല്ല വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരായാലും ഉന്നത ജോലിയിലുള്ളവരും ഒക്കെ ഈ ഒരു പാത തന്നെ പിന്തുടരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ കേരള രജിസ്ട്രേഷന്റെ www.keralaregistration.gov.in എന്ന വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും 10-30ഓളം ആധാരങ്ങളുടെ മോഡൽ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതല്ല, എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളും, കണ്ണൂർ ജില്ലയിൽ തന്നെ 23 സബ് രജിസ്ട്രാർ ഓഫീസുണ്ട്. അതുപോലെ തന്നെ ജില്ലാ രജിസ്ട്രാർ ഓഫീസും പ്രവർത്തിക്കുന്നു. അവിടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്. ആധാരം സ്വയം തയ്യാറാക്കാമെന്ന ഉത്തരവ് വർഷങ്ങളായി ഉണ്ടെങ്കിലും അത് പ്രയോജനപ്പെടുത്തുന്നവർ വിരളമാണ്. വലിയ സാമ്പത്തിക ലാഭം ഇതുവഴി ആധാരം തയ്യാറാക്കുന്നവർക്ക് ഉണ്ടാവുകയും ചെയ്യും. കുടിക്കട സർട്ടിഫിക്കറ്റുകൾ പൂർണ്ണമായും ഓൺലൈനാക്കിയിട്ടുണ്ട്. ഇതും സേവനങ്ങൾ എളുപ്പമാക്കുന്നതിൽ സഹായകമായി. സ്റ്റാമ്പുകളെല്ലാം ഈ സ്റ്റാമ്പിലേക്ക് മാറ്റി. ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലും ആധാരം കക്ഷികളുടെ സൗകര്യാർത്ഥം രജിസ്റ്റർ ചെയ്യാനും വകുപ്പ് സംവിധാനം ഒരുക്കി. ഓൺലൈൻ സമ്മതപത്രം വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോലും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വ്യാജ ചിട്ടികളെ തിരിച്ചറിയാനും ചതിക്കപ്പെടുന്ന സാഹചര്യം ഇല്ലാതാക്കാനുമുള്ള ഇടപെടൽ വരെ ഇന്ന് രജിസ്ട്രേഷൻ വകുപ്പ് നടത്തുന്നുമുണ്ട്. 1986 മുതൽ രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളിൽ വില കുറച്ചു കാണിച്ച് അണ്ടർ വാല്യുവേഷൻ നടപടി നേരിടുന്നവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയും നിലവിലുണ്ട്. മുദ്രയുടെ 50% മാത്രം അടച്ച് ആധാരങ്ങൾ വ്യവഹാരമുക്തമാക്കാനും ഡിസംബർ 31 വരെ കഴിയും. ഡിജിറ്റലൈസ് ചെയ്ത ആധാര പകർപ്പുകളും വകുപ്പിന്റെ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. സേവനങ്ങളെല്ലാം വാതിൽപ്പടിയായി ലഭിക്കുന്ന സാഹചര്യമാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ രജിസ്ട്രേഷൻ വകുപ്പിൽ ഉണ്ടാക്കിയത്. അടിമുടി മാറ്റത്തോടെ സാങ്കേതികവിദ്യയുടെ ചിറകിലേറിയാണ് രജിസ്ട്രേഷൻ വകുപ്പ് കുതിക്കുന്നത്. മിക്ക രജിസ്ട്രാർ ഓഫീസുകൾക്കും പുത്തൻ കെട്ടിടങ്ങളും പണിതു. ജീവനക്കാരും അഹോരാത്രം പ്രവർത്തിച്ചാണ് വകുപ്പിനെ ഈ രീതിയിൽ മാറ്റിയത്. ഓഫീസ് ടൈം നോക്കാതെയാണ് ജീവനക്കാർ ഇതിനായി പ്രവർത്തിക്കുന്നത്. ഈ സേവനങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്റെ കേരളം പ്രദർശന സ്റ്റാൾ. ഓരോ ദിവസവും 4 വീതം ജീവനക്കാരെ സ്റ്റാളിൽ നിയോഗിച്ചാണ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിനായി ലഘുലേഖകളടക്കം വകുപ്പ് തയ്യാറാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.